നവംബർ മാസം 2-ാം തീയതി മാത്രം സിമിത്തേരിയിൽ പോയി കുറച്ച് പൂക്കൾ വെച്ചിട്ട് പോന്നാ പോരാ. നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനാ സമയത്ത് ഒട്ടുമുക്കാലും വീടുകളില് മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉണ്ടോ? ഉണ്ട്. ഏത് പ്രാർത്ഥന ചെല്ലുന്ന പൊതുവെ? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ, അല്ലേ? നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതരാ തിരിച്ചുവരയെ കുറിച്ച് അവരുടെ മേൽ കരുണയുണ്ടാകണമേ. വീടുകളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ മരിച്ചുപോയ കുടുംബാംഗങ്ങളുടെ പേര് പറഞ്ഞാണ് ഒട്ടുമുക്കാലും വീടുകളിൽ ഈ പ്രാർത്ഥന ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോഴുള്ള 2 ഗുണങ്ങൾ. ഒന്നാമത്തത് എന്താണെന്നറിയാവോ? നമ്മുടെ പ്രാർത്ഥന വഴിയായി ഈ മരിച്ച ആത്മാക്കൾക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കുന്നു. 1. രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ? നമ്മൾ ചെല്ലുന്ന ഈ പ്രാർത്ഥന കണ്ടാണ് നമ്മുടെ കൊച്ചുമക്കൾ വളരുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി അവര് ഇതുപോലെ പ്രാർത്ഥിക്കും. നമ്മൾ മരിക്കുമല്ലോ, ഇല്ലേ? മരിക്കും. എപ്പോ വേണമെങ്കിലും മരിക്കാം കേട്ടോ, പേടിപ്പിക്കാനല്ല, സത്യമായ കാര്യം. നമ്മൾ മരിക്കുമ്പോൾ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണമെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കിട്ടണ്ടേ? അത് ആര് കൊടുക്കണം? നമ്മൾ